ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ക്ലാസ് 2 പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റായി ബന്ധപ്പെട്ട് ഫിനാൻസിങ് ഡിസിഷനാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ തന്നെ ബാക്കിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പാർട്ട് 2 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഈ വീഡിയോയും നിർബന്ധമായി കാണുക. ഇതിൽ കുറേ ടേംസ് ലാസ്റ്റ് പറയുന്നുണ്ട്. ബ്രിഡ്ജ് ഫിനാൻസിങ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ എന്താണ് എന്നൊക്കെ മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. പിന്നെ പല സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വന്നു, വർഷം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണുക, നന്നായി പഠിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റായി ബന്ധപ്പെട്ട് ഓണർഷിപ്പ് സെക്യൂരിറ്റീസും ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ബോൺസ് വരെയായിരുന്നു നോക്കിയിരുന്നത്. ബണ്ണി ബോൺസ് ആണ് ലാസ്റ്റ് നോക്കിയിരുന്നത്. ഇന്ന് ഇൻറ്റേർണൽ ഫിനാൻസിങ് ആണ് നോക്കുന്നത്. ഈ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ എം.കോം ടെക്സ്റ്റിലുള്ളതാണ്. ബി.കോമിൽ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിഭാഗമായിട്ട് തിരിച്ച് തന്നിട്ടില്ല. എം.കോമിൽ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ബി.കോമിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ച, ക്രെഡിറ്റർഷിപ്പും പിന്നെ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ്, അങ്ങനെ 2 ടൈപ്പായിട്ടാണ് പഠിച്ചത്. അല്ലെങ്കിൽ ക്രെഡിറ്റർഷിപ്പിൽ ഡിബഞ്ചേഴ്സ്, ബോൺസ് ഒക്കെ വരുന്നത്, ഓണർഷിപ്പിലാണ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ പഠിച്ചത്. പിന്നെ കൂടാതെ നമ്മൾ എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നത് നമുക്ക് എം.കോമിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. റീറ്റേൺഡ് ഏർണിങ്സ് ഓർ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. എന്താണ് പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ദ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. അണ്ടർ വിച്ച് ഓൾ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ഡിവിഡൻഡ്. എല്ലാം ഒരു കമ്പനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. അതിന് പകരമോ ബട്ട് എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് റീറ്റെയിൻഡ് ഓർ റീഇൻവെസ്റ്റഡ് ഇൻ ദ കമ്പനി തന്നെ അത് റീഇൻവെസ്റ്റ് ചെയ്യും. ദിസ് പ്രോസസ് ഓഫ് റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് ഇയർ ആഫ്റ്റർ ഇയർ ആൻഡ് ദ യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ് ഈസ് നോൺ ആസ് പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് അറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഫുള്ളായിട്ട് ഡിവിഡൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിൽ നിന്നൊരു പാർട്ട് എന്ത് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്യും, ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. It is actually an economical step which a company takes in the step. ഒരു ഇക്കണോമിക്കൽ സ്റ്റെപ്പ് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ഇവിടെ സച്ച് എ ഫിനോമിന ഈസ് ഓൾസോ നോൺ ആസ്, എന്തൊക്കെ പേരുണ്ട്, സെൽഫ് ഫിനാൻസിങ്, ഇൻറ്റേർണൽ ഫിനാൻസിങ് ഓർ ഇൻ്റർ ഫിനാൻസിങ്. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് എന്ന് വല്ല ഓപ്ഷനും കണ്ടു കഴിഞ്ഞാൽ ഇത് വിചാരിക്കുക എന്താണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് എന്ന് വിചാരിക്കുക കേട്ടോ. ഇനി a part of profit is plowed back or re-employed into the business and is regarded as an ideal source of financing expansion and modernization scheme, as there is no immediate pressure to pay return on this portion of stockholders in equity. കാരണം ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. ഇത് ഫിനാൻസിങ് എക്സ്പാൻഷൻ ഉള്ളൊരു നല്ലൊരു സോഴ്സുമാണ്. പിന്നെ എന്താണ്, നമുക്ക് അത്ര ടെൻഷനും ഉണ്ടാവുന്നില്ല. പിന്നെന്താ, അണ്ടർ ദിസ് മെത്തേഡ് എ പാർട്ട് ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു വേരിയസ് റിസർവ്സ്. റിസർവ് ഏതൊക്കെയാണ്, ജനറൽ റിസർവ്, റീപ്ലേസ്മെൻറ്റ് ഫണ്ട്, റിസർവ് ഫണ്ട്, റിസർവ് ഫോർ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ എക്സെട്ര. ഇങ്ങനത്തെ ഫണ്ടുകളും ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ റിസർവുകളും അതിലേക്ക് ടോട്ടൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത്ര മതി. അപ്പോൾ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്തൊക്കെയാണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നറിയപ്പെടും, ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് അറിയപ്പെടും, പിന്നെ സെൽഫ് ഫിനാൻസിങ്, ഇൻ്റർ ഫിനാൻസിങ് എന്നൊക്കെ അറിയപ്പെടും. ഇനി എന്താണ് ലോൺ ഫിനാൻസിങ് എന്നത്? ഇത് ഇൻറ്റേർണൽ ഫിനാൻസിങ്ങിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്താ നമ്മുടെ എം.കോമിൻ മറ്റേ ഇതിൻ്റെ ടെക്സ്റ്റിലും ഉണ്ട്, ബി.കോമിൻ്റെ ടെക്സ്റ്റിലും ഉണ്ട്. എം.കോമിൻ്റെ ടെക്സ്റ്റിൽ ഇൻറ്റേർണൽ ഫിനാൻസിങ്ങിൽ വരുന്നതാണ് പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. പിന്നെയുള്ള അടുത്ത ടേമാണ് ലോൺ ഫിനാൻസിങ്.
ലോൺ ഫിനാൻസിങ്ങിൽ നമുക്ക് ഇതും എം.കോം ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. ലോൺ ഫിനാൻസിങ് എന്ന രീതിയിലല്ല പഠിക്കാനുള്ള, കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ, എന്താണ് ഡെഫേർഡ് ഇൻകം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കണം. കുഞ്ഞു കാര്യങ്ങളാണ്. പിന്നെ ബ്രിഡ്ജ് ഫിനാൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ നോക്കുന്നത്. ആദ്യം എന്താണ് ലോൺ ഫിനാൻസിങ് എന്ന് നോക്കി. The third important mode of finance is rising on both. എവിടെ നിന്നൊക്കെ? ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ്, ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ലോൺസ് ഇൻക്ലൂഡിങ് മീഡിയം ആൻഡ് ഷോർട്ട് ടേം ലോൺസ്. ഷോർട്ട് ടേം ലോൺസ് ലോങ് ഇല്ലാട്ടോ, ഒന്നാമത്തത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ്, രണ്ടാമത്തെയോ ടേം ലോൺസ് ഇൻക്ലൂഡിങ് മീഡിയം ആൻഡ് ഷോർട്ട് ടേം ലോൺ. മീഡിയം ടു ഷോർട്ട് ടേം ആണ് ഉള്ളത്. ആദ്യം നമ്മൾ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ്സ് ആണ് നോക്കുന്നത്. The short-term loans and credits are raised by a firm for meeting its working capital requirement. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. These are generally for a short period, not exceeding the accounting period 1 year. മാക്സിമം 1 ഇയറിലേക്ക്, അതാണ് ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത്. നോട്ട് എക്സീഡിങ് ദി അക്കൗണ്ടിങ് പീരീഡ്, ദാറ്റ് ഈസ് 1 ഇയർ. അതിൽ വരുന്നത് കുറച്ച് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിക്കാം. 10 പേരോളം ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഈ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ്സിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ആരാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്? നോക്കി. പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആൻഡ് അതർ കൺട്രി ബാങ്കേഴ്സ് യൂസ്ഡ് ടു ബി ദ ഓൺലി സോഴ്സസ് ഓഫ് ഫിനാൻസ് പ്രയർ ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ മണി കൊടുത്തിരുന്ന പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതാണ് പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആൻഡ് അതർ കൺട്രി ബാങ്കേഴ്സ് യൂസ് ടു ബി ദ ഓൺലി സോഴ്സ് ഓഫ് ഫിനാൻസ് പ്രയർ ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ദേ യൂസ് ടു ചാർജ് വെരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് കൺസ്യൂമേഴ്സ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ചാർജ് ചെയ്തു. അങ്ങനെ കസ്റ്റമേഴ്സിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആര്? ഈ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്. നൗഡേയ്സ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് they have lost their monopoly. കൊമേഴ്ഷ്യൽ ബാങ്ക് വന്നപ്പോൾ അവരുടെ മൊണോപ്പൊളി അവർക്ക് നഷ്ടമായി. ബട്ട് ഈവൻ ടുഡേ സം ബിസിനസ് ഹൗസസ് ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഫോർ ഒബ്റ്റെയിനിങ് ലോൺ ടു മീറ്റ് ദെയർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇപ്പോഴും ചില ബിസിനസ് ഫേംസ് ഈ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിനെ, അതായത് പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കുന്നുണ്ടെന്ന്. എന്തിനു വേണ്ടിയിട്ട്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത് ട്രേഡ് ക്രെഡിറ്റ്. എന്താണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? ട്രേഡ് ക്രെഡിറ്റ് റെഫേഴ്സ് ടു ദ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ ദ സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. എക്സ്റ്റെൻഡഡ് ബൈ ദ സപ്ലയേഴ്സ് ആണ്. ഇനി ആസ് പ്രസന്റ് ഡേ കൊമേഴ്സ് ഇസ് ബിൽട്ട് അപ്പോൺ ക്രെഡിറ്റ്, ദ ട്രേഡ് ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് എ ഫേം വിത്ത് ഇറ്റ്സ് സപ്ലയേഴ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്. ഷോർട്ട് ടേം ഫിനാൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഇത് ഈ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. The credit worthiness of the firm and the confidence of its suppliers are the main basis of securing trade credit. ട്രേഡ് ക്രെഡിറ്റിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്? ഫേമിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ആണ്. ഓക്കെ. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഗ്രാൻഡഡ് ഓൺ ആൻ open account basis whereby suppliers send goods to the buyer for payment to be received in future as per terms of the sales invoice. Sales invoiceൽ പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? ഫ്യൂച്ചർ ഡേറ്റിൽ പേയ്മെൻറ്റ് കിട്ടിയാൽ മതി, റിസീവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഗുഡ്സ് സെൻഡ് ചെയ്യും. It may also take the form of bills payable whereby the buyer signs a bill of exchange payable on a specified future date. ഇവിടെ ഒരു ബിൽസ് പേയബിളും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചും നടക്കുന്നുണ്ട്. When a firm delays the payment beyond the due date as per the terms of sales invoice, it is called stretching accounts payable. ഇപ്പോൾ എന്താണ് stretching accounts payable എന്ന് പറയുന്നത്? ഒരു ഫേം പേയ്മെൻറ്റ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഇൻവോയ്സ് അനുസരിച്ച് ഒരു ഫേം ഇപ്പോൾ പൈസ അടച്ചില്ലെങ്കിൽ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് stretching accounts payable. If a firm delays the payment frequently, it adversely affects the credit worthiness of the firm and it may not be allowed credit facility in future. ഇപ്പോൾ ഡിലേ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഫേമിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ അഫക്റ്റ് ചെയ്യുകയും ഭാവിയിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടാതെ വരികയും ചെയ്യുന്നു. ഇതാണ് ട്രേഡ് ക്രെഡിറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഈസിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഈസി ആൻഡ് കൺവീനിയൻറ്റ്. ഈസിയാണ്, കൺവീനിയൻ്റ് ആണ്, പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ക്രെഡിറ്റ് വർത്തിനെസ് അനുസരിച്ചല്ലേ നോക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഇൻഫോർമൽ ആൻഡ് സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഫിനാൻസ് ആണ്.
Biggest disadvantage of this method of finance is charging higher purchases by the suppliers and loss of cash discount. ഇപ്പോൾ നമ്മൾ ട്രേഡ് ക്രെഡിറ്റിന് വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല, പിന്നെയോ ചാർജ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സപ്ലയേഴ്സ് ആണ് അത് കൊടുക്കുന്നത്. ഇപ്പോൾ ഡിലേ വരുത്താതെ ആര് നോക്കണം? ഫേംസ് നോക്കണം. ക്രെഡിറ്റിന് സാധനങ്ങൾ കിട്ടുന്നു. ഇനി എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ്? This is another method by which the assets are purchased and the possession of goods is taken immediately, but payment is made in installment over a predetermined period of time. ഇത് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ്, മറ്റേ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് എന്ന് തോന്നുന്നു. ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫുൾ ചാപ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്ത് നമ്മളൊരു ചാപ്റ്റർ ഫുൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ തന്നെ പൊസഷനും കിട്ടുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ്? പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് ഇമ്മീഡിയറ്റ്ലി ടേക്കൺ, ബട്ട് ദ പേയ്മെൻറ്റ് മെയ്ഡ് ഈസ് ഇൻസ്റ്റാൾമെൻറ്റ്. പേയ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റിലാണ് മെയ്ഡ് ചെയ്യുന്നത്. ജനറലി ഇൻട്രസ്റ്റ് ഈസ് ചാർജഡ് ഓൺ ദ അൺപെയ്ഡ് പ്രൈസ് ഓർ ഇറ്റ് മേ ബി അഡ്ജസ്റ്റഡ് ഇൻ പ്രൈസ്. സാധാരണ രീതിയിൽ എത്ര പ്രൈസ് നമ്മൾ പേ ചെയ്യാത്തതിന് മാത്രമാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോയിൽ ഹയർ പർച്ചേസ് എന്താണ്, ഇൻസ്റ്റാൾമെൻറ്റ് എന്താണ് എന്ന് തിരിച്ച് അതിൻ്റെ ഡിഫറൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അഡ്വാൻസസ്. Some business houses get advances from their customers and agents against orders as this source is a short-term finance for them. എന്താ പറയുന്നത്? എന്താ അഡ്വാൻസ് എന്ന് പറയുന്നത്? ഇത് നോക്കിയേ. പിന്നെ ഇറ്റ് ഈസ് എ ചീപ്പ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ചീപ്പ് സോഴ്സുമാണ്. Some business houses get advance from their customers and agents against orders. ഓർഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അഡ്വാൻസ് കിട്ടുന്നുണ്ട്. ഇത് ചീപ്പ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. സ്പെസിഫിക്കലി ദ ഫേംസ് ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് പ്രിഫർ ടു ടേക്ക് അഡ്വാൻസസ് ഫ്രം ദെയർ കസ്റ്റമർ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണ് കൂടുതലും അഡ്വാൻസ് പ്രിഫർ ചെയ്യുന്നത്. നമുക്കറിയാലോ അഡ്വാൻസ് എന്നാണ്. അടുത്തതാണ് ഫാക്ടറിങ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഫാക്ടറിങ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ ക്രെഡിറ്റ്. A commercial bank may provide finance by discounting the bills or invoices of its customers. Thus, a firm gets immediate payment for sales എന്നാട്ടോ ഇവിടെ ALES അല്ല, sales made on credit. A factor is a financial institution which offers services relating to management and financing of debts arising out of credit sale. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫാക്ടറിങ്? അതൊക്കെ ഏകദേശം സെയിം. എന്താ പറയുന്നതിന്? ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ട് എന്ത് തരുന്നു? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് തരുന്നു. A commercial bank may provide finance by discounting the bill or invoices of its customers. Thus, a firm gets immediate payment for sales made on credit. ക്രെഡിറ്റിനാണ് കൊടുത്തെങ്കിലും അപ്പം തന്നെ അവിടെ എന്ത് കിട്ടുന്നു? പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. A factor is a financial institution which offers services relating to management and financing of debt arising out of credit sales. ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് വരുന്ന അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് accrued expenses. Accrued expenses are the expenses which have been incurred but not yet due and hence not yet paid also. എക്സ്പെൻസസ് ആണ്. അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, അത് ഇൻക്വയർ ആയി പക്ഷേ ഡ്യൂ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്തും ചെയ്തില്ല, പേ ചെയ്തില്ല. These simply represent a liability that a firm has to pay for the services already received by it. The most important items of accruals are wages and salary, interest and taxes. ഇത് ഒരു ലൈബിലിറ്റിയാണ്. അതായത് നമുക്ക് ഫേമിന് റിസീവ് ചെയ്തു അല്ലേ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആണത്. നമുക്കൊരു ഇപ്പോൾ എക്സാമ്പിൾ കണ്ടോ, സാലറി എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നുള്ള സർവീസസ് ഒക്കെ നമുക്ക് റിസീവ് ചെയ്തു, പക്ഷേ ഡ്യൂ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പേ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ഏതിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്? നമ്മൾ ഷോർട്ട് ടേമിൻ്റെ കീഴിലാണ്. ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ്സിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്. അടുത്തതാണ് ഡെഫേർഡ് ഇൻകം.
Deferred incomes are income received in advance before supplying goods or services. Received in advance ആണ്, സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കിട്ടുന്നതാണ് ഡെഫേർഡ് ഇൻകം എന്ന് പറയുന്നത്. ദീസ് ഫണ്ട് ഇൻക്രീസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ ഫേം. ഫേമിൻ്റെ ലിക്വിഡിറ്റി ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഫേംസ് ഹാവിങ് ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് ദോസ് ഹാവിങ് ഗുഡ് റെപ്യൂട്ടേഷൻ ഇൻ ദ മാർക്കറ്റ് ക്യാൻ ഡിമാൻഡ് ഡെഫേർഡ് ഇൻകം. നല്ല റെപ്യൂട്ടേഷൻ ഉള്ളതും പിന്നെയോ നല്ല പ്രോഡക്ട്സ്, അവരുടെ പ്രോഡക്ട്സിനും സർവീസസിനും നല്ല ഡിമാൻഡ് ഉള്ളതൊക്കെ ഫേംസിന് എന്ത് ചെയ്യാം, ഈ ഡെഫേർഡ് ഇൻകം ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെഫേർഡ് ഇൻകം എന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഇൻകം. നെക്സ്റ്റ് വൺ, കൊമേഴ്ഷ്യൽ പേപ്പർ. Commercial paper represent unsecured promissory note issued by a firm to raise short-term funds. Short-term funds raise ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന unsecured promissory note ആണ് ഇത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. It is an important money market instrument. ഇതൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റും കൂടിയാണ്. Only a company which is listed on the stock exchange has a net worth of at least 10 crores and a maximum permissible bank finance of 25 crores can issue commercial paper not exceeding 30% of its working capital limit. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നെറ്റ് വർത്ത് 100 crores, പിന്നെ ബാങ്ക് ഫിനാൻസ് 25 crores, 30% വർക്കിംഗ് ക്യാപിറ്റലിലെ 30% കൂടുതൽ കൂടാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. The maturity period of commercial paper in India mostly ranges from 91 to 180 days. 91 മുതൽ 180 ദിവസം വരെയാണ് സാധാരണ ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. It is sold at a discount from its face value and redeemed at face value on its maturity. ഇതെങ്ങനെ കൊടുക്കുന്ന, ഡിസ്കൗണ്ടഡ് ഫേസ് വാല്യൂവിൽ വിൽക്കുകയും റിഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂവിലുമായിരിക്കും. A credit rating agency called CRISIL has been set up in India by ICICI and UTI to rate commercial paper. Commercial paper റേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? അപ്പോൾ CRISIL ആണ്. CRISIL എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമുക്കറിയാം, കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ലോൺസ്, പിന്നെ എന്താണ്, ക്യാഷ് ക്രെഡിറ്റ്, ദെൻ ഓവർ ഡ്രാഫ്റ്റ്. ഇത്രയും കാര്യങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോൺസ് നമുക്കറിയാം അല്ലേ, ലംസമായിട്ട് നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലംസം അഗെയിൻസ്റ്റ് സം സെക്യൂരിറ്റി, അതിനെയാണ് ലോൺ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെയർ ലോൺ എമൗണ്ട് ആര് പേ ചെയ്യണം? ബോറോവർ, വാങ്ങിച്ച ആൾ ക്യാഷ് ആയിട്ടോ ക്രെഡിറ്റ് ആയിട്ടോ പേ ചെയ്യേണ്ടതാണ്. അതിനൊരു ഇൻട്രസ്റ്റും കൂടി അടയ്ക്കേണ്ടതാണ്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സാധാരണയായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടേം ലോൺസ് അപ് ടു 1 year ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നൗ ടേം ലോൺസ് എക്സീഡിങ് 1 year ആർ ഓൾസോ പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്. ദെൻ എന്താണ് ക്യാഷ് ക്രെഡിറ്റ്? Cash credit is an arrangement by which a bank allows his customers to borrow money up to a certain limit against some tangible security or guarantee. Tangible security വച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ തരുന്നതിനെയാണ് എന്ത്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. The customer can withdraw from his cash credit limit according to his needs and he can also deposit any surplus amount with him. Surplus ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാം. The interest in case of cash credit is charged on the daily balance and not on the entire amount. Daily ബാലൻസിനാണ് ക്യാഷ് ക്രെഡിറ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്. For this reason, it is the most favorite mode of borrowing by industrial and commercial concern. RBI issued directive to all scheduled commercial bank on 28th March 1970 prescribing a commitment charge which banks should levy on the unutilized portion of the credit limit. ഇപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് എന്താ? ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് അലോ ചെയ്യുന്ന, കസ്റ്റമേഴ്സിന് അലോ ചെയ്ത് കൊടുക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതിൽ നമുക്ക് എന്താ, ടു ബോറോ മണി അപ് ടു എ സർട്ടൺ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ നമുക്ക് മണി ബോറോ ചെയ്യാൻ സാധിക്കും. അടുത്തത് ഓവർ ഡ്രാഫ്റ്റ്. Overdraft means an agreement with a bank by which an current account holder is allowed to withdraw more than the balance of his credit up to a certain limit. അതായത് നമുക്ക് ഇപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് ആണുള്ളത്,
ഒരു ബിസിനസ്സുകാരൻ സാധാരണ എടുക്കുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് അല്ലേ ബാങ്കിൽ. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഹോൾഡറിന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് എന്ത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഉള്ളതിൽ കൂടുതലും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ളതിലും കൂടുതലും നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നു, ഒരു സെർട്ടൺ ലിമിറ്റ് വരെ മാത്രം. അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ദ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഡെയിലി ഓവർഡ്രോൺ ബാലൻസ്. ഡെയിലി ഓവർഡ്രോൺ ബാലൻസിനാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. The main difference between cash credit and overdraft is that overdraft is allowed for short period and is a temporary accommodation, whereas cash credit is allowed for longer period. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്കും ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ലോങ്ങർ പീരീഡിലേക്കുമാണ് അലൗ ചെയ്യുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ വേറെതാണ് പർച്ചേസിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. നമുക്കറിയാം അല്ലേ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പഠിച്ചതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. എന്താണ്? പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, ആ ബില്ല് അവരെടുത്ത് അപ്പം തന്നെ നമുക്ക് പൈസ തരുന്നു അല്ലേ? അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇപ്പം നാല് കാര്യങ്ങളാണ് ഏതിൻ്റെ കീഴിൽ വരുന്നത്? ബാങ്കിൻ്റെ കീഴിൽ വരുന്നത്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കീഴിൽ വരുന്നത്. ലോൺസ് ഉണ്ടായിരുന്നു, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നു, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു, പർച്ചേസിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഇനി അടുത്തൊരു ഹെഡിങ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, പോപ്പുലർലി നോൺ ആസ് LC, is an undertaking by a bank to honor the obligation of its customer up to a specified amount should the customer fail to do so. കസ്റ്റമർ ചെയ്തില്ലെങ്കിൽ എത്ര വരെ? ഒരു സ്പെസിഫൈഡ് എമൗണ്ട് വരെയുള്ള ഒബ്ലിഗേഷൻ ഏറ്റെടുക്കും? ബാങ്ക് ഏറ്റെടുക്കും. അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ടു ഒബ്റ്റെയിൻ ക്രെഡിറ്റ് ഫ്രം സപ്ലയർ ബിക്കോസ് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദർ ഈസ് നോ റിസ്ക് ഓഫ് നോൺ പേയ്മെൻറ്റ്. LC സിംപ്ലി എ ഗ്യാരണ്ടി ബൈ ദ ബാങ്ക് ടു ദ സപ്ലയേഴ്സ് ദാറ്റ് ദെയർ ബിൽസ് അപ് ടു എ സ്പെസിഫൈഡ് എമൗണ്ട് വുഡ് ബി ഹോണേഡ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അങ്ങനെ തീർന്നു, അതത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് മോഡ്സ് നോക്കാനുണ്ട്. സെക്യൂരിറ്റിയായി നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ അല്ല, ഹൈപ്പോത്തിക്കേഷൻ എന്താണ്, പ്ലെഡ്ജ് എന്താണ്, മോഡ്ഗേജ് എന്താണ്, ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞ് MCOM ടെക്സ്റ്റിലുള്ളതാണ്. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് ഇതിൽ കുറച്ച് ടേംസ് ഉള്ളത് കൊണ്ട് ഇത് ഫുള്ളായി പറയാമെന്ന് വിചാരിച്ച് പറയുന്നത്. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? ബാങ്ക് പ്രൊവൈഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, യൂഷ്വലി ഇൻവെൻ്ററി. മൂവബിൾ പ്രോപ്പർട്ടിക്ക് യൂഷ്വലി ഏതാണ്? ഇൻവെൻ്ററി ആണ്. പ്ലെഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? റിക്വയർഡ് ടു ട്രാൻസ്ഫർ ദ ഫിസിക്കൽ പൊസിഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് ടു ബാങ്ക് ആസ് സെക്യൂരിറ്റി. ഫിസിക്കൽ പൊസിഷൻ ആണ് ഇവിടെ പറയുന്നത്. The bank will have the right to lien and can retain the possession of good unless the claim of the bank is met. Claim met ചെയ്തില്ലെങ്കിൽ അവരത് എടുത്തുകൊണ്ട് പോകുന്ന അർത്ഥം. അപ്പം മോഡ്ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, യൂഷ്വലി ഇൻവെൻ്ററി എന്ന് ഓർത്ത് വയ്ക്കുക. മൂവബിൾ ഹൈപ്പോത്തിക്കേഷൻ, മൂവബിൾ പ്രോപ്പർട്ടി. പ്ലെഡ്ജ് എന്ന് പറയുന്നതോ ഫിസിക്കൽ പൊസിഷൻ. അണ്ടർ ദീസ് എഗ്രിമെൻറ്റ് ദ ബോറോവർ ഇസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ ദ ഫിസിക്കൽ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് ടു ദ ബാങ്ക് ആസ് സെക്യൂരിറ്റി. സെക്യൂരിറ്റിക്ക് നമ്മൾ പ്ലെഡ്ജ് ചെയ്യാൻ വേണ്ടി വെക്കില്ലേ, സാധനങ്ങൾ വെക്കില്ലേ, അത് തന്നെ. ഇനി മോഡ്ഗേജ് എന്ന് വെച്ചാൽ എന്താണ്? In addition to the hypothecation or pledge, bank usually escort mortgages as collateral or additional security. Additional security ആയിട്ട് ചോദിക്കാറുണ്ട്. Mortgage is transfer of a legal or equitable interest in a specific immovable property for the payment of debt. മോഡ്ഗേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലീഗൽ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കുള്ളത്. അപ്പോൾ അത് ഇമ്മൂവബിൾ എന്ന് ഓർത്ത് വയ്ക്കാം. ഇമ്മൂവബിൾ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുമ്പോൾ മൂവബിൾ, യൂഷ്വലി ഇൻവെൻ്ററി. പ്ലെഡ്ജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ പൊസഷനുള്ള ഒരു സാധനം. മോഡ്ഗേജ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ബാങ്ക് കളക്ട് ചെയ്യുന്ന അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ലാൻഡൊക്കെ കാണിക്കില്ലേ, അത് തന്നെ ലീഗൽ. അപ്പോൾ അത് ഇമ്മൂവബിൾ ആയിരിക്കും.
ഇനി അടുത്തതാണ് പബ്ലിക് ഡിപ്പോസിറ്റ്. ഈ പബ്ലിക് ഡിപ്പോസിറ്റ് 10ാമത്തെ നമ്പർ ഏതിൻ്റെ കീഴിൽ വരുന്നതെന്നറിയോ? ഷോർട്ട് ടേമിൻ്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റാമത്തെയാണ് പബ്ലിക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. Companies have been accepting deposit directly from public by offering higher rate of interest as compared to bank and post office to meet their requirements of funds. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യാം ആർക്ക്? കമ്പനിക്ക്. അപ്പം അവർക്ക് എന്ത് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ ഓഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യും. ബട്ട് ഈവൺ ബൈ ഓഫറിങ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഇൻവെസ്റ്റേഴ്സ്, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് നൽകാമെന്ന് പറഞ്ഞാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങുന്നത്, അല്ലേ? The cost of fund raised through public deposit to the companies have been lower than the minimum rate of interest on bank advances. In spite of the fact that public deposits are unsecured, more risky, less liquid and without any tax advantage. പബ്ലിക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന അൺസെക്യൂർഡ് ആണ്, റിസ്ക് കൂടുതലാണ്, ലെസ് ലിക്വിഡുമാണ്, അതോടൊപ്പം തന്നെ ടാക്സ് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ, എന്താണ് ഡെഫേർഡ് ഇൻകം, എന്താണ് പിന്നെ ട്രേഡ് ക്രെഡിറ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്കാണ് കടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഷോർട്ട് ടേം ആണ്, ഷോർട്ട് ടേം അല്ലേ? ഷോർട്ട് ടേം ലോൺ ഫിനാൻസിങ്ങിലെ ആദ്യത്തെ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ക്രെഡിറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ലോൺ ഫിനാൻസിങ്ങിലെ രണ്ടാമത്തെയാണ് ടേം ലോൺസ് ഇൻക്ലൂഡിങ് മീഡിയം ആൻഡ് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത്. ടേം ലോൺസ് ഇൻക്ലൂഡിങ് മീഡിയം ആൻഡ് ഷോർട്ട് ടേം ലോൺസ്, അതായത് ടേം ലോൺസ്. ടേം ലോൺസായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ബാങ്കുകളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ടേം ലോൺ? ഇൻ അഡീഷൻ ടു ദ റേസിംഗ് ഓഫ് ഫണ്ട് ബൈ മീൻസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, പബ്ലിക് ഡിപ്പോസിറ്റ് ആൻഡ് ഇന്റേണൽ ഫിനാൻസിംഗ്, ഫേംസ് മേ ഓൾസോ റേസ് ടേം ലോൺസ് ഫോർ മീറ്റിംഗ് ദർ മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. മീഡിയം ടേം ലോൺസ് ആർ ഫോർ പീരീഡ് റേഞ്ചിങ് ഫ്രം 1 to 5. മീഡിയം ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ 1 to 5 ഇയേഴ്സും, ലോങ് ടേം എന്ന് പറയുന്നത് ബിയോണ്ട് 5 ഇയേഴ്സിൽ കൂടുതലുള്ളതും ആയിരിക്കും. ഇനി in our country there are two major sources of term lending. ഏതൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സും. അതിൽ നമ്മൾ ആദ്യം സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. After independence, a number of financial institutions have been set up in India and regional level for accelerating the growth of industry by providing finance and other assistance required. These specialized financial institutions are called development banks. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് കുറേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇന്ത്യയിൽ വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അവരെന്തിനു വേണ്ടിയിട്ട്? ഒരു പുതിയ എൻ്റർപ്രൈസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് കൊടുക്കുന്നു. ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫിനാൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതിനെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ ബാങ്കാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI എന്താണെന്ന് പഠിക്കണം. IFCIയുടെ വർഷം പഠിക്കണം. 1948 ആണ്, 1948 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. IFCI ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഫുൾ ഫോം. ഇനി പറയുന്ന എല്ലാത്തിൻ്റെയും ഫുൾ ഫോമും പഠിക്കണം, വർഷം ഉണ്ടെങ്കിൽ വർഷവും പഠിക്കണം. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും പഠിക്കും. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? IFCIയുടെ മേക്കിംഗ് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് മോർ റെഡ്ലി അവൈലബിൾ ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ഇന്ത്യ. മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. കൂടുതലായിട്ട് എവിടെ? ഇൻഡസ്ട്രിയൽ കൺസേൺസിൽ. അതാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വന്നത് 1948. ഇനി രണ്ടാമത്തത് ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫുൾ ഫോം എന്തായാലും പഠിക്കണം. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ICICI എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് 1985 ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1955 കേട്ടോ, 85 അല്ല, 1955.
1955 as public limited company under the Indian Companies Act for developing medium and small industry of private sector. പ്രൈവറ്റ് സെക്ടറിലെ മീഡിയം ആൻഡ് സ്മോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്ന ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ 1955 അല്ല 1955 ആണ് കേട്ടോ. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ SFC, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. The State Financial Corporation Act was passed by Government of India in 1951 എന്നാണ് 1951 with a view to provide financial assistance to small and medium scale industry. Small and medium scale industries-ന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വന്നത്. ഇത് SFC അഥവാ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അടുത്തത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, SIDCs, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അത് വന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആൻഡ് ബീഹാർ വേ ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു സെറ്റപ്പ് സച്ച് ഇൻ 1960, 1960 വന്നത്. അത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ ഇൻഡസ്ട്രിയൽ പ്ലോട്ട് അങ്ങനെയുള്ളതൊക്കെ, പിന്നെ മാനേജ്മെൻറ്റായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, പിന്നെ റിസ്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുക, അതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ വരുന്നത്. അടുത്തത് IDBI അഥവാ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI എന്നാണ് സെറ്റപ്പ് ചെയ്തത് 1964 എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1964 ആണ് ആക്ട് വരുന്നത്. ദെൻ ദ ഓണർഷിപ്പ് ഓഫ് IDBI has since been transferred to central government from February 16, 1976. The main objective of establishing IDBI was to set up an apex institution to coordinate the activities of other financial institutions and to act as a reservoir on which the other financial institution can draw IDBI. Other financial institution can draw. അതായത് IDBI അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബാക്കി എല്ലാവരെയും കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക, ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു IDBIയുടെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഉള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then IDBI provide financial assistance to industrial unit also to bridge the gap between supply and demand of medium and long term finance. ബ്രിഡ്ജ് ഗ്യാപ്പ് അതൊക്കെ നോക്കാനും ആര് ശ്രദ്ധിക്കുന്നുണ്ട്? IDBI നോക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റീഫിനാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഷെഡ്യൂൾഡ് ബാങ്കിന് റീഫിനാൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും IDBI ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IIBIL, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ, IRBI, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് വന്നത് IRBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ March 20 ആണ് കേട്ടോ. മാർച്ച്, എനിക്കിവിടെ എഴുതാൻ സാധിക്കില്ല, വരയ്ക്കാനേ പറ്റുന്നുള്ളൂ. ഇപ്പോൾ March 20 ആണ് വന്നത് 1985. IRBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ March 20, 1985 അണ്ടർ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ആക്ട് 1984. 1984 ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വന്നു? 1985 March 20 IRBI വന്നത്. അവരുടെ എയിം എന്താണ്? ദ എയിം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് IRBI റീകൺസ്ട്രക്ഷൻ അല്ലേ, വാസ് ടു റിവൈവ് സിക്ക് ആൻഡ് ക്ലോസ്ഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, അതായത് സിക്ക് യൂണിറ്റ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെയൊക്കെ ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ, റിവൈവ് സിക്ക് ആൻഡ് ക്ലോസ്ഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ദെൻ UTI, Unit Trust of India. The UTI of India was established on February 1, 1964 under the UTI Act 1963. ആക്ട് വരുന്നത് 1963 എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 February 1. Then SIDBI, Small Industries Development Bank of India. SIDBI എന്നാ വന്നത് 1990s. The Small Industries Development Bank of India was set up in 1990
അണ്ടർ ദ സിഡ്ബി ആക്ട് 1990 1990 സിഡ്ബി വന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സിഡ്ബി ഹാസ് ടു ബീൻ വർക്ക് ആസ് എ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ഇൻ ദ സ്മോൾ സ്കെയിൽ സെക്ടർ. സ്മോൾ സ്കെയിൽ സെക്ടറിലുള്ള ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുക, ഫിനാൻസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. അത് ഏതിൻ്റെ കീഴിൽ വരുന്നതാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മൾ ആദ്യം ഇപ്പോൾ പഠിച്ചത് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി ടേം ഫിനാൻസിങ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സാധാരണ നമുക്കറിയാം ഷോർട്ട് ടേം ആയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അറിയാം. അത് മാത്രമേ ഉള്ളൂ. ഇനി വരുന്നതാണ് കുറച്ച് ടേംസ്. സോഴ്സസ് ഓഫ് ഫിനാൻസായി ബന്ധപ്പെട്ട് കുറച്ച് ഇന്നൊവേറ്റീവ് ടേംസ് ആണ്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? The term venture capital represents financial investment in a highly risky project with the objective of earning a high rate of return. ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ഹൈലി റിസ്കി പ്രൊജക്റ്റിൽ നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് പുതിയതായി വന്നതാണ്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റാണ് വെഞ്ചർ ക്യാപിറ്റൽ കേട്ടോ. വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ് പ്രൊവൈഡ് നെസസറി റിസ്ക് ക്യാപിറ്റൽ ടു ദ ഓൺട്രപ്രണേഴ്സ് സോ ആസ് ടു മീറ്റ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ആസ് റിക്വയർഡ് ബൈ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഹൈ റിസ്ക് ക്യാപിറ്റൽ, ഓക്കെ, അങ്ങനെ ആലോചിക്കുക. ഹൈ റിസ്കി പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ. ഇനി എന്താണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? At the time of financing a project, financial institution always insist the promoter should contribute a minimum amount called promoter's contribution towards the project. But there are a number of technical qualified entrepreneurs who lack financial capability to provide the required amount of contribution. The IDBI has opened scheme to provide such fund to the eligible entrepreneurs. They are സ്പെഷ്യൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് സ്കീം ആൻഡ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സീഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺട്രപ്രണർ യൂസ് ചെയ്യുന്ന ഇനീഷ്യൽ ക്യാപിറ്റലിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സീഡ് ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനീഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാപിറ്റൽ കേൾക്കുമ്പോൾ തന്നെ സീഡ് ക്യാപിറ്റൽ എന്നുള്ളത് ഓർമ്മ വരണം. ആ രീതി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇതുവരെ. ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന രീതി മാത്രമേ സീഡ് ക്യാപിറ്റലിനെ പറ്റി ചോദിച്ചിട്ടുള്ളൂ. ഇനി അടുത്തതാണ് ബ്രിഡ്ജ് ഫിനാൻസ്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പാലം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നോക്കി, ദർ ഈസ് യൂഷ്വലി എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് സാങ്ഷനിങ് എ ടേം ലോൺ ആൻഡ് ഇറ്റ്സ് ഡിസ്ബേഴ്സ്മെൻറ്റ്. ഒരു ടേം ലോൺ സാങ്ഷൻ ചെയ്യാനും അത് ഡിസ്ബേഴ്സ് ചെയ്യാനും ഒരു ടൈം എടുക്കുമല്ലോ. ആ ടൈമിൻ്റെ ഇടയിൽ നമുക്ക് ഫിനാൻസ് വേണമല്ലോ. അപ്പം അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേംസ് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഷോർട്ട് ടേം ലോൺസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യും ഇതിന് വേണ്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഇതിനെയാണ് ബ്രിഡ്ജ് ഫിനാൻസ്. ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ ഓർത്തിരിക്കുക. നമുക്കൊരു ഒരു ടേം ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് സാങ്ഷൻ ചെയ്ത സമയം മുതൽ ഡിസ്ബേഴ്സ് ചെയ്യുന്ന സമയം വരെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നമുക്ക് തരുന്ന ഫിനാൻസാണ് ബ്രിഡ്ജ് ഫിനാൻസ്. ദെൻ ലീസ് ഫിനാൻസിങ്. ലീസിങ് എന്താ? In India, leasing is a recent development and equipment. Leasing was introduced by First Leasing Company of India Limited in 1973 only. 1973. Leasing is an agreement that provides a firm with the use and control over asset without buying and owning the same. ലീസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ലീസിന് എടുക്കും അല്ലേ, ഇപ്പോൾ 5 വർഷത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമുക്കത് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ റെൻറ്റിന് എടുക്കുന്ന രീതിക്ക് തന്നെ നേരത്തെ പൈസ കൊടുത്തിട്ട് ലീസിന് എടുക്കും. അതാണ് ലീസ് ഫിനാൻസിങ്ങിൽ പറയുന്നത്. അപ്പോൾ 4 ടേംസ് നമ്മൾ പഠിച്ചു. വെഞ്ചർ ക്യാപിറ്റൽ പഠിച്ചു. പിന്നെ എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ക്യാപിറ്റൽ, അങ്ങനെ ഓർക്കുക. പിന്നെ സീഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ക്യാപിറ്റൽ. പിന്നെ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ടേം ലോൺസ് സാങ്ഷൻ ചെയ്ത ഡിസ്പോഴ്സ് ചെയ്യുന്ന ആ സമയം, അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം ഗ്യാപ്പ് വരുമല്ലോ, ആ ഗ്യാപ്പിലുള്ള ഫിനാൻസാണ് ബ്രിഡ്ജ് ഫിനാൻസ്. പിന്നെ ഈ ലീസ് ഫിനാൻസിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ പഠിച്ചതിൻ്റെ കൂടെ പഠിച്ചതാണ് ഇത്രയും കുഞ്ഞു കാര്യങ്ങളിൽ. ബ്രിഡ്ജ് ഫിനാൻസ്, സീഡ് ക്യാപിറ്റലൊക്കെ മിക്കവാറും ചോദിക്കാറുള്ളതാണ് എക്സാമിന്. MCQ ക്വസ്റ്റ്യൻ ആണല്ലോ.
അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് നോക്കിപ്പോം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുക. ഇപ്പം ഞാൻ പറയുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പം അവസാനം പഠിപ്പിച്ച ഈ പാർട്ട് കൂടുതലായിട്ടും MCOM ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. ഫസ്റ്റ് പാർട്ടാണ് BCOM ആയി റിലേറ്റ് ചെയ്ത് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക്